ഹായ് ഓൾ, ആദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇന്നലെ രാത്രിയിൽ എന്തായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. വളരെ പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിങ് കാണുക. നെഗറ്റീവ് മൈൻഡോടുകൂടി ഒരിക്കലും ഈ ഒരു റീഡിങ്സ് കാണാൻ പാടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയാലും ഒരുപാട് സന്തോഷം തോന്നുന്നു. തുടർന്നും നമ്മുടെ കൂടെ എല്ലാവരും തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇന്നലെ രാത്രിയിൽ എന്തായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്? Universe, please guide us. Universe, please guide us. Universe, please guide us. Yesterday night thoughts of your person. Divine, please guide us. Universe, please guide us. Universe, please guide us. യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് നോക്കുമ്പോൾ ആദ്യമേ തന്നെ പറയേണ്ടത്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം ആയിരുന്നു നമുക്ക് ആദ്യമേ തന്നെ കാണുന്നത്. അതായത് ഇത്രയും നാളും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിപ്പോൾ നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടും ഈ റീഡിങ് റെസനേറ്റ് ആകുക ഒരു ലോങ് ടൈമായിട്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമായിട്ടോ, കുറച്ച് നാളുകളായിട്ടുണ്ടാവാം, കുറച്ച് നാളുകളിൽ കൂടുതലും ആയിട്ടുണ്ടാവാം നോ കോണ്ടാക്റ്റിലിരിക്കുന്നു. അല്ലെങ്കിൽ ആ വ്യക്തി ബ്ലോക്ക് അല്ല, ആ വ്യക്തിയുടെ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി യാതൊന്നും നമ്മുടെ അടുത്ത് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളൊരു തരത്തിലായിരിക്കില്ല മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്കും ഈ റീഡിങ് കാണാവുന്നതാണ്. സോ ഈ ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ചും ഒരു മനമാറ്റവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല. അവർ ഒരു സ്റ്റക്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഒരു മനസ്സ് കീഴ്പ്പെടുത്താൻ, അതായത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജി ഇത്രയും നാളും എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരുപാട് സ്നേഹം ആ പേഴ്സണോടുണ്ടായിരുന്നു. അതിൽ കവിഞ്ഞ് നമുക്ക് പറയേണ്ടത്, നിങ്ങൾ ഈ ബന്ധത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. പ്രത്യേകിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ ദുരുദ്ദേശങ്ങളില്ല. ആ വ്യക്തി നമ്മളിലേക്ക് മനസ്സുകൊണ്ട് വരണം, ആ വ്യക്തിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ആ വ്യക്തി ഇല്ലെങ്കിൽ എനിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു മനോ അവസ്ഥയായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത്, ശരിക്കും ഈ ഒരു ബന്ധത്തിൽ ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു. ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണ് എപ്പോഴും ഈ ഒരു ദ ഫൂൾ ആൻഡ് 10 ഓഫ് സോർട്സ് നോക്കുമ്പോൾ തന്നെ കാണുന്നത്, ഈ പേഴ്സൺ ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പ്രത്യേകിച്ചും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ലൈഫായിരിക്കില്ല ചിലപ്പോൾ കിട്ടിയിട്ടുള്ളത്. ചിലപ്പം ഈ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ആവാം, വൈഫും ആവാം, അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുന്ന ഒരു പേഴ്സൺ ആവാം. അതിപ്പോൾ ആണാവാം, പെണ്ണാവാം. ആ പേഴ്സൺ ആരും ആയിക്കോട്ടെ, ആ വ്യക്തി പ്രത്യേകിച്ചും നമുക്ക് ഒരു ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ
പിന്നീടുള്ള സമയങ്ങളിൽ ആദ്യമേ നിങ്ങൾക്ക് തോന്നാതിരുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഒരു മാനസികപരമായിട്ടുള്ള ഒരടുപ്പം ഈ വ്യക്തിയോട് പിന്നീടുള്ള കാലങ്ങളിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ തെറ്റെന്നോ ശരിയെന്നോ ഈ പേഴ്സൺ നമ്മളെ ചതിക്കുമെന്നോ ചതിക്കാതിരിക്കുമെന്നോ ഒന്നും തന്നെ നിങ്ങളവിടെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ മനസ്സ് പരിപൂർണമായിട്ട് ആ ഒരു പേഴ്സണിൽ വിശ്വസിച്ചുകൊണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു. പലപ്പോഴും ഡിവൈൻ പറയുന്ന പലപ്പോഴും ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പല സുഹൃത്തുക്കൾ മുഖേനയാവാം, അല്ലെ പല തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങളുടെ വീട്ടുകാരാവാം, ആരൊക്കെയോ ഇതിന് എതിർപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ ഈ ബന്ധം ശരിയാവത്തില്ല. പലപ്പോഴും വാർണിങ്സ് നിങ്ങളെ ഒരു നിയന്ത്രണത്തിനുള്ളിലാക്കി ഈ വ്യക്തിയിലേക്ക് പോകാൻ തടസ്സമായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിന്നിട്ടുണ്ടായി. ശരി, അവർ നിങ്ങളുടെ ചില ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ നേരത്ത് ചില ആൾക്കാർ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ മിക്കവരും ഓർക്കുന്നവർക്ക് നമ്മൾക്ക് എതിർപ്പായതുകൊണ്ടാണ്. പക്ഷേ ചില തേർഡ് പാർട്ടി എന്ന് പറയുമ്പം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ആദ്യമേ തന്നെ അവർ വിലക്കിയിട്ടുണ്ടാവാം, ഈ ബന്ധം ശരിയല്ല, ഈ ബന്ധത്തിലേക്ക് പോവണ്ട, നിനക്ക് പറ്റുന്ന ഒരു ബന്ധമല്ല, നിനക്ക് പറ്റുന്ന യോജിച്ച ഒരു പേഴ്സൺ അല്ല ഈ വ്യക്തിയെന്ന് നമ്മുടെ അടുത്ത് പല ആൾക്കാരും, അല്ലെ ഒരു വ്യക്തിയാവാം, 2 വ്യക്തികളാവാം, അല്ലെ 2ൽ കൂടുതൽ പേഴ്സൺസ് ആവാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും ഇതിനകത്ത് തടസ്സം നിന്നിട്ടുണ്ടായിരുന്നു, ഇതിൽ പോവണ്ട എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ മനസ്സെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും. അതാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു പോക്ക്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു കുഴപ്പം, അല്ലെങ്കിൽ മനസ്സ് അങ്ങനെയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവരാരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരെങ്ങനെയുള്ളവരായിക്കോട്ടെ, അത് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും തോന്നി. ഒരു സമയത്ത് നമുക്ക് ഈ ബന്ധം വേണ്ട, ആദ്യമൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നെങ്കിൽ പിന്നീട് നിങ്ങൾ ഈ ബന്ധത്തിലേക്ക് ആയിപ്പോയി. അതാണ് യഥാർത്ഥത്തിൽ ഈ ബന്ധത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ശരിയാണ്, പിന്നീടുള്ള സമയങ്ങളിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നു. ഒരു 100 തവണ വിളിക്കുമ്പോഴായിരിക്കും ആ പേഴ്സൺ നമ്മൾ അങ്ങോട്ടേക്ക് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് കൂടുതലായിട്ട് അങ്ങോട്ട് വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ആ ഒരു പേഴ്സൺ നിങ്ങൾ അങ്ങോട്ട് അഡിക്റ്റഡ് ആയി കഴിഞ്ഞപ്പം അവർക്ക് പിന്നെ നിങ്ങളൊരു വിലയും കൽപ്പിക്കാതായി, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കാതായി. നിങ്ങൾ എന്തിനാണ് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതെന്ന് പോലും ആ പേഴ്സൺ അറിയണ്ടെന്നുള്ളൊരു രീതിക്കായിപ്പോയി. അതാണ് യഥാർത്ഥത്തിൽ ഈ ബന്ധത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അവരവരുടെ കാര്യങ്ങൾ, അവരുടെ ജോലിയാവാം, അവരുടെ കരിയർ ആവാം, അല്ലെങ്കിൽ മറ്റുള്ളവരാവാം. അപ്പം അങ്ങനെയുള്ളവർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മളെ ഒഴിവാക്കിയെന്നല്ല, നമ്മൾ വിളിക്കുന്നുണ്ടോ ചോദിച്ചാൽ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടോ ചോദിച്ചാൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്താണ് ഈ ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത്? നമ്മളുടെ ഈ ബന്ധത്തിൽ ശരിക്കും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ കുറേയൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും 2 പേർക്കും ഉണ്ടായിരിക്കും, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. അത് ഈ പേഴ്സൺ ആദ്യം ഉണ്ടായിരുന്നു, പിന്നീടുള്ള സമയങ്ങളിൽ ഈ വ്യക്തി ഭയങ്കര ഉഴപ്പായിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഭയങ്കര, അതായത് ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളൊരു തരത്തിലായിരുന്നു ഈ പേഴ്സൺ നിന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ബന്ധം നിങ്ങൾക്ക് മടുത്തിട്ട് നിങ്ങൾ തന്നെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ തന്നെ സെൽഫ് ലവ് ചെയ്തു, അല്ലെ ചിലപ്പം ഭയങ്കര വേദനിച്ചിട്ട് അത് യൂണിവേഴ്സിനോട് പറഞ്ഞ് യൂണിവേഴ്സിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് കിട്ടിക്കാണും. ലെറ്റ് ഗോ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ. അതായത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സണ് മാറ്റങ്ങൾ വരുമെന്ന് നിങ്ങൾക്കൊരു സുപ്രഭാതത്തിൽ മനസ്സിലായി തുടങ്ങി. അതാണ് ഈ ബന്ധത്തിൽ സംഭവിച്ചിട്ടുള്ളത്. കാരണം ആ പേഴ്സൺ നിങ്ങൾ നിന്നിട്ടുണ്ടായിരുന്ന സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സറിയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കാൻ ശ്രമിച്ചത്, അല്ലെ നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രിയിലുള്ള ഒരു ചിന്തകൾ, അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു എനർജി നോക്കാൻ നേരത്ത് നിങ്ങൾ പോയതിന് ശേഷം ഈ ഒരു പേഴ്സൺ സ്റ്റക്കായിരുന്നു. കൂടുതലായിട്ടും ഈ ബന്ധത്തിൽ നിന്ന് എന്തിനാണ് നിങ്ങൾ പോയെന്ന് ആ പേഴ്സണ് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്റ്റക്കായിട്ടുള്ള ഒരു എനർജി ആയിരുന്നു. അപ്പോൾ അവരതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചു, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്തിനാണ് ഈ ബന്ധത്തിൽ നിന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഈ ബന്ധത്തിൽ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. ശരിക്കും ഈ ബന്ധം ഇപ്പം ആൾക്ക് വിടാൻ തയ്യാറല്ല. ഈ ബന്ധം ഇപ്പം നിങ്ങൾ സെൽഫ് ലവ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ ബന്ധം വിട്ടൊഴിഞ്ഞു പോകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ
എവിടേക്കോ പ്രതീക്ഷയുണ്ടോ ചോദിച്ചാൽ പ്രതീക്ഷയുണ്ടെന്നും പറയാം, പ്രതീക്ഷയില്ലെന്ന് ചോദിച്ചാൽ പ്രതീക്ഷയില്ലെന്നും പറയാം. ആ ഒരു രീതിക്കാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പോലും അങ്ങനെയാണ്. നിങ്ങളുടെ മനസ്സ് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല, അത് തെറ്റായി പോയോ എന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നാറുമുണ്ട്. എന്നാൽ തെറ്റല്ല. കാരണം ഈ ബന്ധത്തിൽ ശരിക്കും നിങ്ങളെടുത്ത തീരുമാനം തന്നെയാണ് അവരെ കൂടുതലായിട്ടും ഈ ബന്ധത്തിലേക്ക് വരാൻ വേണ്ടി കൂടുതൽ ശക്തപ്പെടുത്തി എടുത്തിട്ടുള്ളത്. ഈ ബന്ധത്തിൽ ഒരുപാട് വൈകിപ്പോയിട്ടുണ്ട്. ഒരുപാട് നാളുകളായിട്ടാവാം ഈ നിങ്ങൾ രണ്ടുപേരും ഒരു നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്നു. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയാണെങ്കിലും ഈ പേഴ്സൺ അവസരങ്ങൾ തേടുന്നുണ്ട്. അതായത് കൂടുതലായിട്ടും ഈ ബന്ധത്തിൽ പ്രയത്നിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ബന്ധം നിങ്ങൾ വിട്ട് കളയാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ മനസ്സ് വിട്ട് കളയാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ വിട്ടാലും കുഴപ്പമില്ല, എന്താണെങ്കിലും നിങ്ങളിലേക്ക് വരും എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തിട്ടാണ് ആ പേഴ്സൺ നിൽക്കുന്നത്. അങ്ങനെ ഒരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വാഗ്ദാനം ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ആ പേഴ്സൺ എടുക്കുന്നുണ്ട്. ശരിക്കും ഇത്രയും നാളും അവരുടെ ഒരു സ്നേഹമെന്ന് പറയുന്നത് അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല, സ്നേഹിച്ചെന്നും പറയാൻ പറ്റില്ല, രണ്ടിൻ്റെയും നടുക്കായിരുന്നു. അതായത് നമ്മൾ ഒരു വ്യക്തിക്ക് സ്വന്തമായി കഴിഞ്ഞെന്ന് വെച്ചാൽ ചില ആൾക്കാർ അത് അവിടെ ഉണ്ടല്ലോ, ആ ഒരു ഉറപ്പാണ് അവരുടെ ഒരു മനസ്സിനെ, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കുള്ള ഒരു സ്ഥാനം നഷ്ടപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ അത് പലപ്പോഴും അവരറിയത്തില്ല, നമ്മൾ നിൽക്കുമ്പോൾ അവരറിയത്തില്ല അവരെന്താണ് ചെയ്യുന്നത് ശരിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊന്നും അവർ മനസ്സിലാക്കത്തില്ല, അല്ലെങ്കിൽ അവരറിയത്തില്ല, അവരറിയാണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അറിയാണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ശരിക്കും നിങ്ങൾ ശിക്ഷ കൊടുത്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇടപെടലുകളാണ് ഈ ബന്ധത്തിലൊരു ന്യൂ ബിഗിനിങ് വരാൻ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഈ പേഴ്സൺ ഇതിൽ അഡിക്റ്റഡ് ആണ്, ഈ ബന്ധത്തിൽ ഈ സ്നേഹത്തിൽ അഡിക്റ്റഡ് ആണ്. ഞാൻ സ്നേഹം കാണാതെ പോയില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചു, നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചല്ലോ എന്നുള്ളൊരു ചിന്തകളാണ് ഇപ്പോൾ അവരെ വല്ലാണ്ട് അലട്ടുന്നത്. നിങ്ങളുടെ ശാപം അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എന്നുള്ളൊരു വിശ്വാസം ആ ഒരു പേഴ്സണ് വരുന്നുണ്ട്. കാരണം ആരെയും കരയിപ്പിച്ചിട്ട് ആരുടെയും ജീവിതം തകർത്തെറിഞ്ഞിട്ട് ഒരിക്കലും ഒരു വ്യക്തിക്കും നന്നാവാൻ സാധിക്കത്തില്ല. അത് ഈശ്വരൻ്റെ ഒരു വിധിയാണ്, ദൈവവിധി എന്നാണ്. അത് പ്രപഞ്ചം കൽപ്പിച്ചിട്ടുള്ള ഒരു വിധിയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അവർക്കൊരു റിഗ്രഷൻ പീരീഡാണ്. പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ട്. പല കാര്യങ്ങളിലും അവരുടെ സ്വഭാവം തീർത്തും വ്യത്യസ്തമായിട്ട്, അതായത് ഇത്രയും നാളും ഭയങ്കരമായിട്ട് ചൈൽഡിഷായിട്ട് നടന്നിട്ടുണ്ടായിരുന്നൊരു പേഴ്സൺ അവർ ശരിക്കും അവരുടെ സ്വഭാവം എന്താണെന്ന് പഠിച്ചു. ഒരു ബന്ധത്തിൽ എങ്ങനെ നിൽക്കണ്ട, അല്ലെങ്കിൽ തനിക്ക് പറ്റുന്ന സ്വഭാവം ഏതാണ്, പറ്റാത്ത സ്വഭാവം ഏതാണ് എന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഈ ഒരു പേഴ്സണ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിനോട് ഈ സമയത്ത് അവരുടെ ഒരു പ്ലാനിങ്ങും അല്ലെങ്കിൽ അവരുടെ ഒരു ജഡ്ജ്മെൻറ്റും യൂണിവേഴ്സിനോട് ചോദിക്കുവാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിപ്പം ബന്ധം വേർപെടാൻ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, അതായത് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ, തീർച്ചയായിട്ടും അതിൻ്റെ അകത്തൊരു റിയൂണിയൻ നിങ്ങൾക്ക് 100% ഉറപ്പിക്കാവുന്നതാണ്. ഈ പേഴ്സൺ നിങ്ങളിലേക്ക് ഇപ്പം തന്നെ വരുന്നുണ്ടാവാം. അവരുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അവർ കൂടുതലായിട്ടും നമ്മളിലേക്ക് അടുത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് പ്രപഞ്ചം കാണിച്ചു തരുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പം മാരേജ് ചെയ്യാൻ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ വീണ്ടും സംസാരിച്ച് വരുന്നു. അവരുടെ അറിവുകൾ പതുക്കെ നമുക്ക് കിട്ടിത്തുടങ്ങി. എന്നാലും നിങ്ങൾ അങ്ങ് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്നില്ല, നിങ്ങളിപ്പോഴും നിങ്ങളുടെ സ്റ്റാൻഡേർഡിൽ ഉറച്ചു നിൽക്കുവാണ്. അപ്പോൾ അവർ പൂർണ്ണമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം എന്നുള്ളൊരു നിലയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്വഭാവം നല്ലതാണ്. അതുതന്നെയാണ് നിങ്ങളോട് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നത്. അതായത് ഈ പേഴ്സൺ പൂർണ്ണമായിട്ട് വന്നതിന് ശേഷം മാത്രം നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ മതി, നിങ്ങളുടെ ആ ഒരു സ്വഭാവം മാറ്റിയാൽ മതി. ഇപ്പം നിലവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു എൻഡിങ് ആണെങ്കിൽ അതിൻ്റെ അകത്തൊരു റീയൂണിയൻ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ആണ് ഇന്നത്തെ ഒരു റീഡിങ്. യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് നോക്കുമ്പോൾ ആ പേഴ്സണ് നിങ്ങളുടെ ആ ഒരു ദുഃഖം നിങ്ങൾ എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളൊരു സെയിം പീരീഡിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവരെ വല്ലാതെ തളർത്തുന്നുണ്ട്. ഇത്രയും ദുഃഖം നിങ്ങൾ അനുഭവിച്ചല്ലോ ഇത്രയും നാൾ,
ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു മനോവിഷമം എന്ന് ഇപ്പോൾ അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞ് നിങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്, കരയുന്നുണ്ട് പലപ്പോഴും. അത് തന്നെയാണ് ഇപ്പോൾ ഈ പേഴ്സണും അനുഭവിക്കുന്നത്. നിങ്ങളുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അവരായിരിക്കും ഇഷ്ടമെന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇഷ്ടം അന്ന് പറഞ്ഞു വന്നിട്ട് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ വേണ്ടാത്ത പോലെ കാണിച്ചതിൻ്റെ ഒരു ആ പക്വതയില്ലായ്മയിലൊക്കെ ഈ ഒരു പേഴ്സൺ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അതാണിപ്പം ഈ ഒരു പേഴ്സൻ്റെ യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സിൽ നോക്കുമ്പോൾ, യെസ്റ്റർഡേ നൈറ്റ് ആയിട്ടുള്ള ഒരു എനർജി നോക്കുമ്പോൾ കാണുന്നത്. ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം.